ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യെസ്, പരിശുദ്ധാത്മാവില്ലാത്ത ഒരു മനുഷ്യന് യാതൊരുവിധ ശക്തിയും ഉണ്ടാകില്ല, തീർച്ച. അത് വ്യക്തമായി അറിയണമെങ്കിൽ പഴയ നിയമത്തിലെ ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു ജോബ്. എങ്കിലും ജോബിൻ്റെ ജീവിതത്തിൽ ദൈവം സഹനങ്ങളേറെ അനുവദിക്കുന്നുണ്ട്. അവൻ്റെ ഭാര്യ പോലും അവനെ കുറ്റപ്പെടുത്തി തള്ളിപ്പറയുന്നുണ്ട്. എന്നിട്ടും തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പോലും തൻ്റെ ആ അവസ്ഥയിൽ ദൈവത്തോട് മാധ്യസ്ഥ അപേക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു ജോബ്. ഒരിക്കൽ പോലും ദൈവത്തെ കുറ്റപ്പെടുത്താത്തവൻ. എന്നെ ഏറെ സ്വാധീനിച്ച ഒരു കഥാപാത്രം. സ്നേഹമുള്ളവരെ, ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, സഹനം ഒരു മഹാരഹസ്യമാണ്. ആർക്കും മനസ്സിലാകാത്ത ഒരു രഹസ്യമാണത്. ദൈവം തിരഞ്ഞെടുക്കുന്നവർക്ക് അടയാളമായി കൊടുക്കുന്നതാണ് സഹനം. നമുക്ക് മുമ്പേ കടന്നുപോയവരെല്ലാം ഈ സഹനത്തിലൂടെ കടന്നുപോയവരാണ്, മഹാത്മാക്കളായ എല്ലാ വ്യക്തികളും. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറുമ്പോൾ, കുരിശുകൾ വഹിക്കേണ്ടി വരുമ്പോൾ അടിപതറാതെ മത്തായി ശ്ലീഹ 5:11 എടുത്ത് ധ്യാന വിഷയമാക്കുക. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. യെസ്, നമുക്കിന്ന് ഈ വചനം, സഹനങ്ങൾ ഏറെയുള്ളവർ ഏറെയുണ്ട്, അവരിന്ന് ചെയ്യേണ്ട കാര്യമാണ് മത്തായി ശ്ലീഹ 5:11. അതെടുത്ത് എത്ര പ്രാവശ്യം വായിക്കാമോ അത്ര പ്രാവശ്യം ദൈവസന്നിധിയിലിരുന്ന് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരും, തീർച്ച. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, സഹനങ്ങൾ ഏറുമ്പോൾ നീതിമാനായ ജോബിനെ പോലെ അങ്ങയെ കുറ്റപ്പെടുത്താതെ ഞങ്ങളുടെ നന്മയ്ക്കായി തരുന്ന സഹനങ്ങളെ അവസാനം രക്ഷാകരമാക്കി തീർക്കുന്നുണ്ടല്ലോ കർത്താവെ. ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുവാനും ഞങ്ങൾക്ക് വരുന്ന എല്ലാവിധ പ്രലോഭനങ്ങളും പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും പ്രശാന്തമായി മനസ്സിലേറ്റെടുക്കുവാനും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തു കൊള്ളാമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്ത വാക്കിൽ, വചനത്തിൽ, ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ നല്ലൊരു ദിവസം തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആമേൻ. തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യെസ്, പരിശുദ്ധാത്മാവില്ലാത്ത ഒരു മനുഷ്യന് യാതൊരുവിധ ശക്തിയും ഉണ്ടാകില്ല, തീർച്ച. അത് വ്യക്തമായി അറിയണമെങ്കിൽ പഴയ നിയമത്തിലെ ഒരു നീതിമാനായ മനുഷ്യനായി